ഇന്ത്യയുടെ മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന്റെ റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുകയാണ്. T20യിൽ ഒരു ഓവറിൽ 36 റൺസ് വാരിക്കൂട്ടിയ യുവയുടെ റെക്കോർഡാണ് തിരുത്തപ്പെട്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ആ റെക്കോർഡ് സമോവയുടെ ഡാരിയസ് വിസ്സർ എന്ന ബാറ്റർ പുതുചരിത്രം കുറിച്ചു. T20 ലോകകപ്പിനായി യോഗ്യതാ റൗണ്ടിലെ മത്സരത്തിലായിരുന്നു താരത്തിന്റെ അവിശ്വസനീയ പ്രകടനം. ദ്വീപ് രാജ്യമായ സമോവയിലെ അപിയയിൽ നടന്ന T20 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിലാണ് ഡാരിയസ് വിസ്സറുടെ ബാറ്റിംഗ് വെടിക്കെട്ട്. ഈ മത്സരത്തിൽ സമോവയുടെ എതിരാളികൾ വനൌത്തു എന്ന രാജ്യമായിരുന്നു. അടുത്ത T20 ലോകകപ്പിനുള്ള ഈസ്റ്റ് ഏഷ്യ പസഫിക് റീജിയനിലെ യോഗ്യതാ മത്സരത്തിനാണ് സമോവയും വനൌത്തുവും തമ്മിൽ ഏറ്റുമുട്ടിയത്. T20യിൽ നേരത്തെ ഒരു ഓവറിൽ 36 റൺസ് എന്നത് 5 തവണ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ മത്സരത്തിൽ 3 റൺസ് കൂടി അധികം നേടി ഈ റെക്കോർഡ് സമോവ താരം വിസ്സർ പഴങ്കഥയാക്കുകയായിരുന്നു. നളിൽ നിപ്പിക്കോത്ത് എറിഞ്ഞ 15-ാം ഓവറിലായിരുന്നു ചരിത്രം പിറന്നത്. 3 നോ ബോളുകൾ ഉൾപ്പെടെ 9 ബോളുകൾ ഈ ഓവറിൽ താരമെറിഞ്ഞു. ആദ്യ 3 ബോളിലും സിക്സർ പായിച്ചാണ് വിസ്സർ ഈ ഓവറിന് തുടക്കമിട്ടത്. ബിഡ് വിക്കറ്റിന് മുകളിലായിരുന്നു താരത്തിന്റെ ഷോട്ടുകൾ. ഇതോടെ കടുത്ത സമ്മർദ്ദത്തിലായ നിപ്പിക്കോ അടുത്ത നോ ബോളാണ് എറിഞ്ഞത്. ഇതും വിസ്സർ സിക്സറിലേക്ക് പായിക്കുകയായിരുന്നു. പക്ഷെ അടുത്തത് ഡോട്ട് ബോളായി. അടുത്തത് വീണ്ടും ഒരു നോട്ട് ബോൾ. അടുത്ത നോ ബോൾ വിസ്സർ സിക്സർ പായിച്ചു. അവസാന ബോളിലും സിക്സറിലുമായി 39 റൺസ് നേടി ചരിത്രം പിറക്കുകയും ചെയ്തു. T20യുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 5ാമത്തെ വ്യക്തിഗത സ്കോറും ഈ മത്സരത്തിൽ വിസ്സർ കുറിച്ചിരുന്നു. ഈ മത്സരത്തിൽ വെറും 65 പന്തിൽ വാരിക്കൂട്ടിയത് 132 റൺസാണ്. T20 ഫോർമാറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ സമോവ താരം കൂടിയാണ് അദ്ദേഹം. നിശ്ചിത 20 ഓവറിൽ ആകെ നേടിയ 174 റൺസിൽ 132 റൺസും വിസ്സർ നേടിയതായിരുന്നു. ഇത് മറ്റൊരു റെക്കോർഡായി. ടീം ടോട്ടലിന്റെ 75.86% റൺസാണ് താരം നേടിയത്. നേരത്തെ ഇത് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരൺ ഫിഞ്ചിന്റെ പേരിലായിരുന്നു. 2007 T20 ലോകകപ്പിലാണ് ലോക ചരിത്രത്തിന് മുന്നിൽ സാക്ഷിയായി യുവരാജിന്റെ അതിഗംഭീര ബാറ്റിംഗ് പ്രകടനം പിറന്നത്. അതിനുശേഷം പലതവണ യുവരാജ് T20യിലെ കിരീടം വെക്കാത്ത രാജാവായി തുടർന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമാണ് റെക്കോർഡ് തകർക്കപ്പെട്ടിരിക്കുന്നത്.